everyone, welcome to Sella Online Platform KTech session. ഇത് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പഠിക്കാൻ പോകുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് മെയിൻലി 8 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്ന് പറയാം. നമ്മൾ ലൈഫിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് സെൽസ് എന്ന് പറയാം അല്ലേ. അതേപോലെ ഇംഗ്ലീഷിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്, ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 8 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിലെ മിക്ക വേർഡ്സും എന്തായിരിക്കും ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ അണ്ടറിൽ വരുന്ന വേർഡ്സ് ആയിരിക്കും. So every word in sentence belong to one of these groups. First one is noun. Naming words ആണ് noun എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. A noun is a word that names a person, place, animal, thing or an idea. അപ്പോൾ ഐഡിയ, തിങ്, ആനിമൽ, പ്ലേസ്, പേഴ്സൺ ഒക്കെ നെയിം ചെയ്യുന്ന വേർഡ്സിനെയാണ് നൗൺസ് എന്ന് പറയുക. എക്സാമ്പിൾ രാജു, മീന, ടീച്ചർ ഒക്കെ എന്താണ് പേഴ്സൺസ്. സോറി പേഴ്സൺസ് എന്ന് അറിയില്ല കേട്ടോ, സോറി പേഴ്സൺ ആണ്. ഈ ഒരു എസ് കൂടെ ഒഴിവാക്കണം. പേഴ്സൺ അറിയില്ലേ, പേഴ്സൺ, പീപ്പിൾ. പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ആണ്. അതിൻ്റെ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് അല്ല, ഇറ്റ്സ് പീപ്പിൾ. സോ പേഴ്സൺ ആണ് കേട്ടോ. ഈ കേരള, ഇന്ത്യ, സ്കൂൾ, പ്ലേസസ് ആണ്. ക്യാറ്റ്, മാംഗോ, ചെയർ, തിങ്സ് ഓർ ആനിമൽസ് ആണ്. ഹോണസ്റ്റി, ഹാപ്പിനെസ് ഒക്കെ എന്താണ് ഐഡിയാസിനെ കാണിക്കുന്നതാണ്. സോ ദീസ് ആർ നൗൺ നെയിമിംഗ് വേർഡ്സ് എന്ന് പറയും. ഇനി ടൈപ്സ് ഓഫ് നൗൺ, നൗൺസിൻ്റെ ടൈപ്സ് പറയാം. പ്രോപ്പർ നൗൺ വരുന്നുണ്ട്, കോമൺ നൗൺ വരുന്നുണ്ട്, കളക്റ്റീവ് നൗൺ വരുന്നുണ്ട്, അബ്സ്ട്രാക്ട് നൗൺ വരുന്നുണ്ട്. സോ പ്രോപ്പർ നൗൺ സ്പെഷ്യൽ നെയിംസ് ആണ്. ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് പറയും, ഇപ്പോൾ ഒരു രവി, ഒരാൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാവുന്ന നെയിംസ് ഉണ്ടാവില്ലേ, രവി. അതുപോലെ തന്നെ നമ്മുടെ പ്ലേസസിൻ്റെ ഒക്കെ പേര് വരില്ല, അതാണ് എന്ത് പ്രോപ്പർ നൗൺ എന്ന് പറയാം. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ജനറൽ നെയിംസ് ആണ്. ജനറലായിട്ട് നമ്മൾ പറയില്ലേ, സിറ്റി. ഇപ്പോൾ ഏതൊടുത്ത് പോയാലും സിറ്റി എന്ന് പറയും. അതേപോലെ തന്നെ എന്താണ് ബോയ്, ആര് നമ്മൾ ബോയ് പറയും, ഗേൾ പറയും. പക്ഷെ അങ്ങനെയാണോ പ്രോപ്പർ നൗൺ? അല്ല. പ്രോപ്പർ എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരാളെ പറഞ്ഞ ഒരു സ്ഥലത്തിന് സ്പെസിഫിക് നെയിം ഉണ്ടാവില്ലേ, അങ്ങനത്തെ നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയാം. കളക്റ്റീവ് നൗൺ ഗ്രൂപ്പ് നെയിംസ് ആണ്. ഹേർഡ് ഓഫ് കൗസ്, ട്രൂപ്പ് ഓഫ് മങ്കീസ്, ഇതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രൂപ്പിന് പറയുന്ന പേരാണ് എന്ത് കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ കളക്റ്റീവ് നൗണിന് വേറെ സെക്ഷനെ കുറിച്ച് കുറേ നമുക്ക് പഠിക്കാണ്ട്, അതായത് ബേസിക് ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് കളക്റ്റീവ് നൗൺ വേറെ സെഷൻ ആക്കി തന്നെ എടുക്കാനുള്ളൊരു പാർട്ടാണ്. അബ്സ്ട്രാക്ട് നൗൺ ഫീലിങ്സ് ഓർ ഐഡിയാസ്, നമ്മൾ ഫീലിങ്സ് അല്ലെങ്കിൽ ഐഡിയാസ് കാണിക്കുന്ന അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയാം. ജോയ്, ആങ്കർ ഒക്കെയാണ് എന്ത് അബ്സ്ട്രാക്ട് നൗണിൻ്റെ എക്സാമ്പിൾസ്. ഇനി എക്സാമ്പിൾസ് നോക്കുക. രവി പ്ലേസ് ക്രിക്കറ്റ്. നൗൺ ആസ് സബ്ജക്റ്റ്. ഇവിടെ എന്താണ് നൗണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ഷീ റീഡ്സ് എ ബുക്ക്. നൗണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് മനസ്സിലാക്കാം, നൗണ് സബ്ജക്റ്റ് ആയിട്ടും വരാം, ഒബ്ജക്റ്റ് ആയിട്ടും നിൽക്കാം. ക്ലിയർ? ഇനി പ്രോനൗൺ, സെക്കൻഡ് വണ്ണാണ് പ്രോനൗൺ. വേർഡ് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ. നൗണിന് പകരം ഉപയോഗിക്കുന്ന വേർഡ്സിനെ നമ്മൾ പ്രോനൗൺ എന്ന് പറയാം. എ പ്രോനൗൺ റീപ്ലേസസ് എ നെയിം ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡിനെ നമ്മൾ പ്രോനൗൺ എന്ന് പറയാം. അപ്പം അങ്ങനെ ആലോചിക്കാം ഒരു സെൻറ്റൻസ് ലൈക്ക് രവി ഈസ് എ ബോയ്, രവി ലൈക്ക് ടു പ്ലേ. രവി ലൈക്സ് ടു പ്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ രവി എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം രവി റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, അവിടെ രവി ഈസ് എ ബോയ്, ഹി ലൈക്സ് ടു പ്ലേ. അപ്പോൾ ആ രവി എന്നുള്ള റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, പ്രോനൗൺ യൂസ് ചെയ്യും, ഹീ എന്ന് യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു ഗേൾ ആണെങ്കിൽ അവിടെ നെക്സ്റ്റ് ഷീ എന്ന് യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോനൗൺ എന്ന് പറയുക. എക്സാമ്പിൾസ് ഓഫ് പ്രോനൗൺസ്. ഹി, ഷീ, ഇറ്റ്, ദേ, വി, യു, ദം. അതൊക്കെ എന്താണ് പ്രോനൗൺസിന്റെ എക്സാമ്പിൾസ് ആണ്. റീന ഇസ് മൈ ഫ്രണ്ട്, ഷീ ഇസ് കൈൻഡ്. നമ്മളല്ല റിപ്പീറ്റേഷൻ ഒഴിവാക്കുമ്പോൾ റീന ഇസ് മൈ ഫ്രണ്ട്, റീന ഇസ് കൈൻഡ് എന്ന് പറയുന്നതിന് പകരം ആ റീന എന്നുള്ള റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ റീന സെക്കൻഡ് റീന നമ്മൾ എന്ത് ചെയ്യും, ഷീ ആയിട്ട് റീപ്ലേസ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ എന്ത് പ്രോനൗൺ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇസ് വേർബ്. മൂന്നാമത്തെ പാർട്ട് ഓഫ് സ്പീച്ച് ആണ് വേർബ്. ആക്ഷൻ ഓഫ് സ്റ്റേറ്റ്, നമ്മൾ ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് കാണിക്കാനാണ് വേർബ് യൂസ് ചെയ്യുന്നത്. എ വേർബ് ടെൽസ് വാട്ട് സംവൺ ഡസ് ഓർ വാട്ട് സംതിങ് ഇസ്. ഒരാൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ഷൻ വേർബ്സ് ഉണ്ട്, ബി വേർബ്സ് ഉണ്ട്. മെയിൻലി ആക്ഷൻ വേർബ്സും ബി വേർബ്സ് ആണ് വരുന്നത്. ആക്ഷൻ വേർബ്സ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് വേർബ്സ് ആണ്. ലൈക്ക് റൺ, ഈറ്റ്, സ്ലീപ്പ്. നമ്മളൊരു കാര്യങ്ങൾ ചെയ്യൂലേ, ചെയ്യും. ആ ഡൂയിങ് കാണിക്കുന്ന, ഡൂയിങ് എന്ന് പറഞ്ഞ ആക്ഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർബ്സ് ആണ് ആക്ഷൻ വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ബി വേർബ്സിൻ്റെ ടെൽസ് ദ സ്റ്റേറ്റ് കണ്ടീഷൻ ഓഫ് എ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റേറ്റ് എന്താണ്, അതിൻ്റെ കണ്ടീഷൻസ് എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർബാണ് ബി വേർബ്സ് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾസ് ആം, ഈസ്, ആർ, വാസ്, വർ അല്ലേ, പാസ്റ്റ് ആണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടി. എക്സാമ്പിൾ ദ ഡോഗ് റൺസ്, റിയ ഇസ് ഹാപ്പി, റിയ ഇപ്പോൾ ഹാപ്പിയാണ്. സോ നമ്മൾ കണ്ടീഷൻ നമ്മൾ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർബ്സ് ആണ് ബി വേർബ്സ്. സോ മെയിൻലി വേർബ്സ് രണ്ട് ടൈപ്സ് ആണ്, ആക്ഷൻ വേർബ്സും ബി വേർബ്സും. So next one is the fourth one is adjective, describing word. Adjective എന്ന് പറഞ്ഞാൽ describing verbs ആണ്. An adjective describes a noun or pronoun. Noun എന്താന്ന് നമ്മൾ പഠിച്ചു, pronoun എന്താന്ന് പഠിച്ചു. അപ്പം നൗണിനെയും പ്രോണൗണിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് adjective എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾ tall boy. See, boy എന്ന് പറഞ്ഞ noun ആണ്. We obviously know what is noun. അപ്പോൾ ബോയ് എന്ന് പറഞ്ഞാൽ noun ആണ്. ആ noun എന്ത് ചെയ്യാണ്, ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണ്. noun ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ ടോൾ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മീൻസ് ടോൾ ആയിട്ടുള്ള ബോയ്. അപ്പോൾ അതാണ് നമ്മൾ എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്ന നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡിനെ നമ്മൾ എന്ത് പറയുക, അഡ്ജക്റ്റീവ് എന്ന് പറയാം. സോ ടോൾ ആസ് ആൻ അഡ്ജക്റ്റീവ്. റെഡ് ബോൾ, ബോൾ എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം എന്ത് ബോൾ, റെഡ് കളറിലുള്ള ബോൾ. 3 ആപ്പിൾസ്, ആപ്പിൾസ് എത്ര ആപ്പിൾസ്, ആ ഒരു ആപ്പിൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. 3 ആപ്പിൾ എന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്, അതൊരു അഡ്ജക്റ്റീവാണ്. ഹാപ്പി ചൈൽഡ്, ചൈൽഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്രൈബ് ചെയ്യുക. ഹാപ്പിയാണ്, ആ ചൈൽഡ് ഹാപ്പി ആണോ, സാഡ് ആണോ, ടോൾ ആണോ, ഷോർട്ട് ആണോ. അപ്പം നമ്മൾ ആ ഒരു ചൈൽഡ് എന്നുള്ള സംഭവത്തിന് നൗണിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്ത് പറയാണ്. അപ്പോൾ ഡിസ്ക്രൈബ് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ് ഹാപ്പി. സോ ഹാപ്പി ഇസ് ആൻ adjective. Next one, like adjective ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ വരും. എന്ത്, വാട്ട് കൈൻഡ്, എന്ത് കൈൻഡ് ആണ്, ബിഗ് ആണോ സ്മോൾ ആണോ എന്നൊക്കെ കൈൻഡ്, അത് നമ്മൾ ആൻസർ ചെയ്യുന്ന വേർഡാണ് adjective എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൗ മെനി, എത്ര ഉണ്ട്, കണ്ട് 3 ആപ്പിൾസ് 2 ആപ്പിൾസ്, ഹൗ മെനി എന്ന് കാണിച്ചില്ല, നമ്പർ കാണിച്ചില്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യും. വിച്ച് വൺ, ഏത്, ദിസ് ഓർ ദാറ്റ്, ഇതാണോ അതാണോ എന്നുള്ള കാര്യത്തിന് ആൻസർ ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് adverb. 5ാമത്തത് adverb ആണ്. ആഡ്സ് മോർ മീനിങ് ടു verb or adjective. ഒരു വേർബിന് എന്താണ് വേർബ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു വേർബിന് അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിന് എന്താണ്, അതിന് കുറച്ചുകൂടി മീനിങ് കൊടുക്കും. ഒരു വേർബിന് അല്ലെങ്കിൽ അഡ്ജക്റ്റീവിന് കുറച്ചുകൂടി മീനിങ് കൊടുക്കുന്ന വേർഡ്സിനാണ് നമ്മൾ എന്ത് പറയുക, adverb എന്ന് പറയാം. ആൻഡ് adverb tells how, when, where or to what extent. എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയാണ്, എത്ര എക്സ്റ്റെൻഡ് വരുന്നുള്ള കാര്യങ്ങളൊക്കെ ആരാ പറയുക, adverb പറയാം. എക്സാമ്പിൾ ക്വിക്ക്ലി ഒരു വേർഡ്. അപ്പോൾ ഹൗ ക്വിക്ക്ലി, എത്ര ക്വിക്ക്ലി ആണ്, മീൻസ് ഹൗ എങ്ങനെ, ക്വിക്ക്ലി പെട്ടെന്ന് ആണ് കാണിക്കണത്. യെസ്റ്റർഡേ മീൻസ് വെൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും, വെൻ യെസ്റ്റർഡേ. പിന്നെ വേർ, എവിടെ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും, adverb ആൻസർ ചെയ്യും. ഹിയർ ഓ ദാറ്റ്, അല്ല അങ്ങനെ ഒരു വേർ എന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. പിന്നെ ടു വാട്ട് എക്സ്റ്റെൻഡ്, എത്ര എക്സ്റ്റെൻഡ് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, നമ്മൾ adverb ആൻസർ ചെയ്യും. എക്സാമ്പിൾ ഷി സിങ്സ് ബ്യൂട്ടിഫുള്ളി, അവൾ പാടും. എങ്ങനെ പാടും, ബ്യൂട്ടിഫുൾ ആയിട്ടാണോ, അത് നോർമലി ജസ്റ്റ് എല്ലാവരും പാടുന്ന പോലെയാണോ. സോ എങ്ങനെയെന്നുള്ള സംഭവത്തിന് ആൻസർ ചെയ്യുന്ന വേർഡാണ് ബ്യൂട്ടിഫുൾ. സോ ബ്യൂട്ടിഫുൾ ഇസ് ആൻ adverb. ഹി ഈസ് വെരി ടോൾ, ഹി ഈസ് ടോൾ, അവൻ ടോൾ ആണ്, ഹീനെ ടോൾ ആണ്. അപ്പം എന്താണ്, അതിനൊന്നും കൂടി എത്ര തോളം, വെരി ടോൾ ആണെന്നുള്ള ഇത്രയും ഹൈറ്റ് ആണെന്ന് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഉള്ളു കൊടുത്തിട്ടുള്ളത്. പ്രപ്പോസിഷൻ നമ്മൾ പറഞ്ഞ പോലെ വേറൊരു സെഷനാണ്, നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡീപ്പായിട്ട് പ്രപ്പോസിഷൻ പഠിക്കും. പ്രപ്പോസിഷൻ ഷോസ് റിലേഷൻഷിപ്പ്, നമ്മൾ റിലേഷൻഷിപ്പ് കാണിക്കണം പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ ഷോ പൊസിഷൻ, പ്ലേസ്, ഡയറക്ഷൻ ഓർ ടൈം. എന്താണ്, പൊസിഷൻ കാണിക്കും, പ്ലേസ് കാണിക്കും, ഡയറക്ഷൻ കാണിക്കും, ടൈം കാണിക്കും. എക്സാമ്പിൾസ് ഇൻ, ഓൺ, അണ്ടർ, ബിഹൈൻഡ്, നിയർ, അറ്റ്, ടു, ഫ്രം. ഇതൊക്കെ എന്താണ്, പ്രപ്പോസിഷൻസിൻ്റെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ സെൻറ്റൻസ്, ദ ക്യാറ്റ് ഇസ് അണ്ടർ ദ ടേബിൾ, അല്ലേ, അണ്ടർ ദ ടേബിൾ. ക്യാറ്റ് എന്താണ്, ടേബിളിൻ്റെ താഴെയാണ്. അപ്പോൾ ആ ഒരു ക്യാറ്റിൻ്റെ പൊസിഷൻ കാണിക്കുകയാണ്. സോ ക്യാറ്റ് ഇസ് അണ്ടർ ദ ടേബിൾ. അപ്പോൾ അണ്ടർ എന്താണ്, അണ്ടർ ഇസ് എ പ്രപ്പോസിഷൻ. ഇനി ഷീ ഗോസ് ടു സ്കൂൾ, അവൾ സ്കൂളിലേക്ക് പോകുന്നു. ഗോ ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകുന്നു. സോ ഡയറക്ഷൻ കാണിക്കുന്ന വേർഡാണ് ടു. സി ദാറ്റ്സ്. സോ അങ്ങനെയുള്ള വേർഡ്സിനാണ് പ്രപ്പോസിഷൻസ് എന്ന് പറയുക. ഓക്കെ, 7th വൺ ആണ് കൺജങ്ഷൻ. കൺജങ്ഷൻ്റെ ജോയിനിങ് വേർഡ്സ്, നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. കൺജങ്ഷൻ ജോയിൻ വേർഡ്സ്, ഫ്രേസ് ഓർ സെൻറ്റൻസ്. വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ്, സെൻറ്റൻസ് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യുന്നതാണ് കൺജങ്ഷൻ എന്ന് പറയുക. എക്സാമ്പിൾ ആൻഡ് ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യും അല്ലേ. ബട്ട്
അതേപോലെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യും, ഓർ യൂസ് ചെയ്യും, ബിക്കോസ് യൂസ് ചെയ്യും, സോ യൂസ് ചെയ്യും. സോ ഇങ്ങനത്തെ വേർഡ്സിനാണ് കൺജങ്ഷൻ, ആണ് ജോയിനിങ് വേർഡ്സ് ആണ്. എക്സാമ്പിൾസ് ആണ് നോക്കിക്കോ. റാണി ആൻഡ് മീര ആർ സിസ്റ്റേഴ്സ്. റാണി എന്നുള്ള വേർഡും മീര എന്നുള്ള വേർഡും ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ആൻഡ് അല്ലേ. അപ്പോൾ ഈ ആൻഡ് എന്താണ്? ആൻഡ് ആസ് എ കൺജങ്ഷൻ. ഐ ലൈക്ക് ടീ ബട്ട് നോട്ട് കോഫി. എനിക്ക് ടീ ഇഷ്ടമാണ് പക്ഷേ കോഫി ഇഷ്ടമല്ല. കണ്ടോ? അപ്പോൾ ബട്ട് ഈ ഒരു രണ്ടെണ്ണത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ബട്ട് യൂസ് ചെയ്തപ്പോൾ എന്താണ്? കൺജങ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഇന്റർജങ്ഷൻ. ഇന്റർജെക്ഷൻ ഒരു സഡൻ ഫീലിംഗ് കാണിക്കുന്ന, നമുക്കൊരു സഡൻ ഫീലിങ്സ് കാണിക്കുന്ന വേർഡ്സിനാണ് ഇന്റർജെക്ഷൻ. വേർഡ്സ് ദാറ്റ് ഷോ സ്ട്രോങ് ഇമോഷൻ, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് കാണിക്കുന്ന വേർഡ്സ് ആണ് എന്ത്? ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ്. വോ, നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനം കണ്ട് നമ്മൾ പറയും വോ വാട്ട് എ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ വാട്ട് എ ലൈക്ക് തിങ് എന്നൊക്കെ പറയില്ലേ. അതിനാണ് നമ്മൾ എന്താ, അങ്ങനെ നമ്മളെ എക്സ്പ്രഷൻസ്, ഇമോഷൻസ്, സഡൻ ഫീലിങ്സ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിന് നമ്മൾ എന്ത് പറയാം? ഇന്റർജെക്ഷൻ എന്ന് പറയാം. ഓ പറയില്ലേ, ഓ ഓ ഇസ് ദാറ്റ് സോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ നമ്മൾ എക്സ്പ്രഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഔച്ച്, നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഔച്ച്, ഇറ്റ്സ് മെയ്ഡ് മീ പെയിൻ അല്ലേ. അങ്ങനെ പറഞ്ഞ വേർഡ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇന്റർജെക്ഷൻ എന്ന് പറയും. പിന്നെ ഹുറേ, നമ്മൾ എന്തെങ്കിലും ചെയ്യിച്ചു കഴിഞ്ഞാൽ ഹുറേ എന്ന് പറയും. പിന്നെ അലാസ്, അങ്ങനത്തെ വേർഡ്സ് നമ്മളെ എക്സ്പ്രഷൻ, സഡൻ ഫീലിങ്സ് കാണിക്കുന്ന വേർഡ്സിന് നമ്മൾ എന്ത് പറയാം? ഇന്റർജെക്ഷൻ എന്ന് പറയാം. എക്സാമ്പിൾ സെൻറ്റൻസ്. വോ വി വോൺ ദ പ്രൈസ്. വോ, നീ ആ ഒരു പ്രൈസ് നീ ജയിച്ചു അല്ലേ, നീ ആ പ്രൈസ് എടുത്തു, വാങ്ങിയെടുത്തു. സോ അങ്ങനെ നമ്മൾ എക്സ്പ്രഷൻസ് കാണിക്കുന്നത്. ഇത് വെരി സിമ്പിൾ സെൻറ്റൻസ് ഷോയിങ് ഓൾ, ഇതെല്ലാം കാണിക്കുന്ന സിമ്പിൾ സെൻറ്റൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. വോ, the small boy quickly ran to the park and he was happy. ഇതൊരു സെൻറ്റൻസ് ആണല്ലേ. ഞാൻ ഈ ഒരു ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പറഞ്ഞു, നമ്മൾ ഏതൊരു സെൻറ്റൻസ് എടുത്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ വേർഡ്സും ഈ ഒരു പാർട്സ് ഓഫ് സ്പീച്ചിൽ പെടുന്നതാണ്. അതുകൊണ്ടാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ചിന് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. നോക്കൂ, ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. വോവ് ഇന്റർജെക്ഷൻ വരുന്നുണ്ട്. സ്മോൾ അഡ്ജക്റ്റീവ്, ബോയ് നൗൺ, ക്വിക്ലി അഡ്വർബ്, റാൻ വേർബ്, ടു പറഞ്ഞ പ്രപ്പോസിഷൻ ആണ്, ആൻഡ് കൺജങ്ഷൻ. സോ ഇതെല്ലാം കൂടിയതാണ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഷോർട്ട് നോട്ട്സ് നോക്കൂ. നൗൺ നെയിം ആണ്, പ്രോനൗൺസ് ഇൻസ്റ്റെഡ് ഓഫ് നെയിംസ് ആണ് യൂസ് ചെയ്യുന്നത്, വേർബ്സ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് ആണ്. പിന്നെ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ്. അഡ്വർബ് എന്ന് പറഞ്ഞാൽ ഹൗ, വെൻ, വെയർ എന്നൊക്കെ കാണിക്കുന്നതാണ്. പ്രപ്പോസിഷൻ, പൊസിഷൻ വേർഡ്സ്, നമ്മൾ പൊസിഷൻസ് കാണിക്കുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. കൺജങ്ഷൻ ജോയിനിങ് വേർഡ്സ് ആണ്. ഇന്റർജെക്ഷൻസ് ഇമോഷൻ വേർഡ്സ് ആണ്. സോ അതൊരു ഷോർട്ടായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് പോയിന്റ് ആക്കി എഴുതി ഒരു സൈഡിൽ എഴുതി വെക്കണം, നല്ലതാണ്. സോ 3 നോട്ട്സിൽ പോവാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ. അപ്പോൾ ഒരു സൈഡിൽ ഈ ഒരു നോട്ട്സ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക് ബേസ്ഡ്. സോ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ എയർ വാസ് ഫിൽഡ് വിത്ത് എ സ്വീറ്റ് സെൻറ്റ് ഓഫ് എക്സോട്ടിക് ഫ്ലവേഴ്സ്. The word exotic in the sentence is a or an. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ എക്സോട്ടിക് ഫ്ലവർ എന്നുള്ളത് എന്താണ്? അഡ്വേർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, വേർബ് ആണോ, നൗൺ ആണോ? എക്സോട്ടിക്. ഇവിടെ എന്താ എക്സോട്ടിക് ഉദ്ദേശിച്ചത്? സ്വീറ്റ് സെൻറ്റ് ഓഫ് എക്സോട്ടിക് ഫ്ലവേഴ്സ്. ഫ്ലവർ എന്താ? ഫ്ലവർ ഇസ് ഒബ്വിയസ്ലി എന്താണ്? നൗൺ ആണ് അല്ലേ. അപ്പോൾ എക്സോട്ടിക് എന്താ? നമ്മൾ ആ ഫ്ലവറിന് എന്ത് ചെയ്യാണ്? വിശേഷിപ്പിക്കണം. ലൈക്ക് എക്സോട്ടിക് മീൻസ് ലൈക്ക് വിദേശത്തു നിന്ന് വന്ന അല്ലെങ്കിൽ വിചിത്രമായ എന്നൊക്കെ ഒരു മീനിങ് വരും. സോ അങ്ങനെ ഒരു ഫ്ലവറിന് നമ്മൾ നോർമൽ ഒരു ഫ്ലവറല്ല, ഫ്ലവർ നമ്മൾ വിശേഷിപ്പിച്ച് പറയാനല്ലേ. അപ്പോൾ ഫ്ലവർ എന്ന് പറഞ്ഞാൽ നൗണാണ്. അപ്പം നൗണിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിന് എന്താ പറയുക? അഡ്വേർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, വേർബ് ആണോ, നൗൺ ആണോ? adjective. So the answer is adjective. You 139 നോക്കിക്കോളൂ. സോറി 139 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ സെൻറ്റൻസ് ദാറ്റ് യൂസസ് ആൻ അഡ്വേർബ്. അഡ്വേർബ് യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ഇതിൽ ഏതാണ്? സോ ഫസ്റ്റ് യു ഹാവ് ടു റിവൈൻഡ്. എന്താണ് അഡ്വേർബ് എന്ന് റിവൈൻഡ് ചെയ്യുക. എന്താ അഡ്വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവിനെ അല്ലെങ്കിൽ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് നമ്മൾ അഡ്വേർബ് എന്ന് പറയാം. ഇതിൽ അഡ്വേർബ് യൂസ് ചെയ്യുന്നത് ഏതാണ്? ദ ഓൾഡ് മാൻ ഈസ് എ കെയർഫുൾ വർക്കർ. ഓൾഡ് മാൻ ഒരു കെയർഫുൾ വർക്കർ ആണെന്നുള്ളത്. അപ്പോൾ എന്താണ്? ഏതാ വരുന്നത്? വർക്കർ എന്ന് പറഞ്ഞാൽ നൗണാണ്. കെയർഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? സോ നൗണിൻ്റെ അടുത്ത് വർക്കറിൻ്റെ അടുത്താണ് കെയർഫുൾ എന്നൊരു ഡൗട്ട് വരെ. കെയർഫുൾ ആണോ? അപ്പോൾ വർക്കർ നൗണാണ്. അപ്പോൾ കെയർഫുൾ എന്താണ്? അഡ്വേർബ് അല്ലല്ലേ, അഡ്ജക്റ്റീവ് ആണ്. ദ വെദർ ഇസ് നൈസ്. നൈസ് എന്നുള്ളത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. വെദർ എന്നുള്ള നൗൺ. അപ്പോൾ നൗൺ ഡിസ്ക്രൈബ് ചെയ്യാണ് നൈസ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നൈസ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. സോ അവിടെ അഡ്വേർബ് വന്നില്ല.
ദ ഡിഷ് ടേസ്റ്റ് ഡിലീഷ്യസ്. എന്താണ് ഡിലീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവാണ്. കാരണം എന്താ? ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണാണ്, അത് ടേസ്റ്റ് വേർബാണ്. സോ എന്താണ്, ഈ ഡിഷിനെയാണ് നമ്മൾ എന്താ ഡെലീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഷ് എന്ന് പറഞ്ഞാൽ നൗണിനെ നമ്മൾ ഡെലീഷ്യസ് ആണെന്ന് പറയണം. ഓൾറെഡി കൺഫ്യൂഷൻ വരും. അപ്പോൾ ഡിഷ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേർബല്ലേ വിചാരിക്കും. അല്ല, ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേർബിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് ഡെലീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ അതെന്താണ്, അപ്പോൾ എന്താണ് അവിടെ വരുന്നത്? നമ്മളെ ഡെലീഷ്യസ് എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. ജോൺ റൺസ് ഫാസ്റ്റ്. ജോൺ സ്പീഡിലോടി. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജോൺ റൺസ് ഫാസ്റ്റ്. ജോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോൺ എന്ന് പറഞ്ഞാൽ നൗണാണ്. റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർബാണ്. ഫാസ്റ്റ്, സ്പീഡിലോട്. അപ്പോൾ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡല്ലേ ഫാസ്റ്റ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ ഡി ആണ് ആൻസർ. ഫാസ്റ്റ് ആണ് അഡ്വേർബ്. മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, ദ ക്യാറ്റ് സ്ലെപ്റ്റ്. ഇതിലേതാണ്? ഞാൻ അവിടെ അടിയിൽ ലൈക്ക് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്, അവിടേക്ക് നോക്കണ്ട. നിങ്ങൾ ഫസ്റ്റ് ഇത് മാത്രം നോക്കൂ. ദ ക്യാറ്റ് സ്ലെപ്റ്റ്. വിച്ച് പാർട്ട് ഓഫ് ദ സ്പീച്ച് ഇസ് എ ക്യാറ്റ്? ക്യാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോനൗൺ ആണോ, വേർബ് ആണോ, നൗൺ ആണോ, അഡ്വേർബ് ആണോ? ദ ക്യാറ്റ് സ്ലെപ്റ്റ്. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? എന്താണ്? ക്യാറ്റ് നെയിമിങ് വേർഡ് ആണല്ലേ ക്യാറ്റ്. ഒരു തിങ്ങിന് ഒരു ആനിമലെ നെയിം ചെയ്യുക. അപ്പോൾ എന്താണത്? നൗൺ ആണ്. നെക്സ്റ്റ് വൺ, ഷീ റൺസ് ഫാസ്റ്റ്. അവൾ എന്ത് ചെയ്താണ്? സ്പീഡിൽ ഓടാണ്. ഷീ റൺസ് ഫാസ്റ്റ്. ദ വേർഡ് ഫാസ്റ്റ് ഈസ് ആൻഡ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവ് ആണോ, അഡ്വേർബ് ആണോ, വേർബ് ആണോ, നൗൺ ആണോ? എന്തായിട്ട് വരിക? ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡിലോടി. അഡ്വേർബ് ആണ് അല്ലേ. റൺസ് എന്നുള്ള വേർബ് നമ്മൾ എന്ത് ചെയ്തു? മോഡിഫൈ ചെയ്ത് പറഞ്ഞു. ഫാസ്റ്റ് അഡ്വേർബ് ആണ്. രാജു വാസ് എ ടോൾ ബോയ്. രാജു ഒരു ടോൾ ആയിട്ടുള്ള ബോയാണ്, ഹൈറ്റുള്ള ബോയാണ്. ദ വേർഡ് ടോളേഴ്സ് ആൻഡ് എന്താണ്? ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൗണാണ്. അപ്പോൾ എന്താണ്? ആ നൗൺ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യണം. ടോൾ എന്ന് പറയുമ്പോൾ ടോൾ എന്താണ്? അഡ്ജക്റ്റീവാണ്. ക്ലിയർ? അങ്ങനെ ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഓക്കെ. We visited Kerala. The word we is a dash. എന്താണ്? വി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോനൗൺ ആണോ, നൗൺ ആണോ, വേർബ് ആണോ, കൺജങ്ഷൻ ആണോ? വി നമ്മൾ പറഞ്ഞു അല്ലേ. വി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോനൗൺ ആണ്. നെക്സ്റ്റ് വൺ, ദ ബോൾ റോൾഡ് സ്ലോലി. ബോളിൽ പതുക്കെ ഇങ്ങനെ റോൾ ചെയ്ത് വന്നു. ദ വേർഡ് സ്ലോലി ഈസ് ആൻ അല്ലേ. എന്താണ്? റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർബാണ്, ആക്ഷൻ കാണിക്കാം. ബോൾ ഇങ്ങനെ ലൈക്ക് ഉരുണ്ട് വന്നു, അതിൻ്റെ ആക്ഷൻ കാണിക്കും. അപ്പം ആക്ഷൻ റോൾ എന്നുള്ളതിനെ സ്ലോലി അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയണം. അപ്പം എന്താണത്? അഡ്വേർബാണ്. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ബുക്ക് എന്താണ്? ടേബിളിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ദ വേർഡ് ഓൺ ഈസ് എ എന്താണ്? പൊസിഷൻ കാണിക്കുകയാണ് അല്ലേ. ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏതാണ്? പ്രപ്പോസിഷൻ. ഇനി വോവ് യു സ്കോർഡ് ഫുൾ മാർക്സ്. നീ നല്ല മാർക്സ് സ്കോർ ചെയ്തു. വോവ് ഈസ് ആൻഡ് വോവ് നമ്മൾ സഡൻ ഫീലിംഗ് കാണിക്കുമ്പോൾ ഏതാ വരിക? ഇന്റർജങ്ഷൻ. വെരി ഗുഡ്. ഹി ആൻഡ് ഐ ആർ ഫ്രണ്ട്സ്. എന്താണ്? ഞാനും ലൈക്ക് അവനും ഞാനും ഫ്രണ്ട്സ് ആണ്. ദ വേർഡ് ഏതാണ്? ആൻഡ് ഈസ് എ. ആൻഡ് എന്താ? കണക്ഷൻ കാണിക്കുക. സോ എന്താണ്? കൺജങ്ഷൻ ആണ് ആൻസർ ചെയ്യുന്നത്. ഇനി ഷി ബോട്ട് എ റെഡ് ഡ്രസ്. അവൾ എന്ത് ചെയ്തു? ഒരു റെഡ് ഡ്രസ്സ് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ ഏത് ആൻസർ വരുന്നത്? ദ വേർഡ് റെഡ് ഈസ് ആൻഡ്. റെഡ് എന്താണ്? വേർഡ് റെഡ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ് അല്ലേ. എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. എങ്ങനെ വരിക? ഷീ എന്നുള്ളത് പ്രോനൗൺ ആണ്. ബോട്ട് എന്നുള്ളത് കൊണ്ടുവന്നു, ആക്ഷൻ കാണിക്കാണ് അല്ലേ. ബോട്ട് വാങ്ങിച്ചു അല്ലേ. എന്താണ്? വേർബാണ്. പിന്നെ ഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺ ആണ് അല്ലേ. തിങ്ങിനെ നെയിം ചെയ്യണം. അപ്പോൾ എന്താണ്? അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം. നൗൺ. ആ ഒരു ഡ്രസ് എന്ന് പറഞ്ഞ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യണം. ഏത് കളർ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യണല്ലോ. ഇപ്പോൾ റെഡ് എന്ന് പറയണം. അപ്പോൾ അതെന്താണ്? അഡ്ജക്റ്റീവ്. ഇനി ബേർഡ് ഫ്ലൈ. ദ വേർഡ് ഫ്ലൈ ഇസ് എ ഡാഷ്. അതിൽ ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേർഡ് ഫ്ലൈ ഇസ് എ. ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബാണ് അല്ലേ. ഓക്കെ. സോ ബാക്കിയുള്ള ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഞാനിതിൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് അതിൻ്റെ ആൻസേഴ്സ് ചെയ്ത് വെക്കുക. ഓക്കെ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേർബ്സിൻ്റെ ഫോംസ് ആണ്. സോ ലാസ്റ്റ് വന്ന വീഡിയോസിൽ വേർബ്സിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേർബ്സിനെ തന്നെ ഡെഫിനറ്റ് ആയിട്ട് അറിയുമെന്ന് എനിക്കറിയാം. സോ ഈ വേർബ്സിന് മെയിനായിട്ട് 5 ഫോംസ് ഉണ്ട്. ബട്ട് മെയിൻലി നമ്മൾ നോക്കാറ് 3 ഫോംസ് മാത്രമാണ്. സോ വേർബ് ഹാസ് ഡിഫറെൻറ്റ് ഫോംസ് ടു ഷോ ടൈം. ഒരു
ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വേർബ്, ആ ഒരു ആക്ഷന് കുറച്ച് ഫോംസ് ഉണ്ട്. നമുക്ക് ഈ ഒരു ബോക്സൊക്കെ ലാസ്റ്റ് പോവാം. അതിന് മുമ്പ് V1 ബേസ് ഫോം ഓഫ് ദ വേർബ്, വേർബിൻ്റെ ബേസ് ഫോമാണ് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർബ്, ഒരു ആക്ഷൻ്റെ ബേസ് ഫോമാണ്. ഒറിജിനൽ ഫോം ഓഫ് ദ വേർബ്, ഒരു വേർബിൻ്റെ ഒറിജിനൽ ഫോമാണ് V1 ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇമ്പറേറ്റീവ്സ്. ഈ ഒരു കാര്യത്തിലാണ് നമുക്ക് യൂസ് ചെയ്യുക. പിന്നെ ടെൻസസ് ആണ്, നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ടെൻസ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക V1 ഇതിലാണ് യൂസ് ചെയ്യുക. കൺഫ്യൂസ്ഡ് ആവണ്ട, നെക്സ്റ്റ് ടോപ്പിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവും. എക്സാമ്പിൾസ്: ഗോ, ഈറ്റ്, റൈറ്റ്, പ്ലേ. ഒരു ആക്ഷൻ്റെ ബേസ് ഫോം ഗോ, ഈറ്റ്, റൈറ്റ്, പ്ലേ. സെൻറ്റൻസ് ആവുകൊണ്ട് നോക്കാം നമുക്ക്. ഐ ഗോ ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോന്നു. ഷി പ്ലേസ് വെൽ, അതൊക്കെ എന്താണ്? വി വിൽ ഗോ ടുമോറോ. ഇതൊക്കെ എന്താണ്? നമ്മുടെ ബേസ് ഫോം ആണ് അല്ലേ? അല്ലെങ്കിൽ ഗോ എന്നുള്ളത് ബേസ് ഫോം വരുന്നുണ്ട്. ഗോ, പ്ലേസ്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആഡ് യെസ് ഓർ ഇഎസ് വിത്ത് ഹി, ഷീ, ഇറ്റ്. അപ്പോൾ ഹി, ഷീ ഒരു സെൻറ്റൻസിൽ ഹി, ഷീ, ഇറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ വേർബിൻ്റെ കൂടെ, ബേസ് ഫോം വേർബിൻ്റെ കൂടെ യെസ് അല്ലെങ്കിൽ ഇഎസ് ചേർക്കണം. എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗോസ്, ഗോ എന്നുള്ള ബേസ് ഫോം. അപ്പോൾ അതിൽ ഹി, ഷീ, ഇറ്റ് വരികയാണെങ്കിൽ ഗോൻ്റെ കൂടെ ഇഎസ് ചേർക്കും, ഗോസ് എന്നാവും. പ്ലേ, പ്ലേൻ്റെ കൂടെ എന്ത് ചേർക്കും? പ്ലേ ഇഎസ് ചേർക്കോ? ഇല്ല, യെസ് ചേർക്കും അല്ലേ? അപ്പോൾ പ്ലേസ്. സോ അങ്ങനെ ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? യെസ് അല്ലെങ്കിൽ ഇഎസ് ചേർക്കണം. സോ നമ്മൾ ഇനി നെക്സ്റ്റ് സെഷൻസിൽ പഠിക്കും. ഇനി V2 പാസ് ഫോം ഓഫ് വേർബ്, വേർബിൻ്റെ പാസ് ഫോം, സെക്കൻഡ് ഫോമിനാണ് V2 എന്ന് പറയാം. ഷോസ് പാസ്റ്റ് ആക്ഷൻ, നമ്മളെ പാസ്റ്റ് ആക്ഷനാണ് ഇതിൽ കാണിക്കുക, നമ്മൾ മുമ്പിലുള്ള ആക്ഷനാണ് കാണിക്കുക, പാസ്റ്റ് കാര്യം കാണിക്കാം. യൂസ്ഡ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് മെയിൻലി V2 യൂസ് ചെയ്യുക. എക്സാമ്പിൾസ്: ഗോ പറഞ്ഞില്ലേ, ഗോ എന്താവും? V2. ഗോ V1 ആണ്, എന്തായിട്ട് മാറും? വെൻറ്റ് V2 ആയിട്ട് മാറും. ഈറ്റ് V1 ആണ്, അതെന്തായിട്ട് മാറും? എയ്റ്റ് ആയിട്ട് മാറും V2. റൈറ്റ് V1 ആണ്, അതിൻ്റെ V2 റോട്ട് ആണ്. പ്ലേ V1 ആണ്, ബേസ് ഫോം, ഒരു നമ്മളെ വേർബിൻ്റെ ബേസ് ഫോം പ്ലേ ആണ്, അത് പ്ലേഡ് ആയിട്ട് മാറും V2. ഈ സെൻറ്റൻസസ് നോക്കിക്കോളൂ. ഐ വെൻറ്റ് ഹോം, സി ഐ ഗോ ഹോം, പ്രസൻറ്റ് ടെൻസിൽ അടക്കണത്. ഐ വെൻറ്റ് ഹോം എൻ്റെ V2 ഫോമായി. ഷി റോട്ട് എ ലെറ്റർ, ഷി റൈറ്റ് എ ലെറ്റർ എന്ന് പറയും പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ. ബേസ് ഫോമിലാണെങ്കിൽ പാസ്റ്റ് ആകുമ്പോൾ V2 ആകുമ്പോൾ എന്ത് ചെയ്യും? ഷി റോട്ട് എ ലെറ്റർ. സോ V1 V2. V1 എന്ന് പറഞ്ഞ വേർബിൻ്റെ ബേസ് ഫോമും V2 പറഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ഫോമാണ്. ഇനി പാസ് ഫോമാണ്. ഇനി V3 പാസ് പാർട്ടിസിപ്പിൾ ഫോം. ഇതൊക്കെ നിങ്ങൾക്ക് ടെൻസസ് പഠിക്കുമ്പോൾ അത് നമ്മളെ ഗ്രാമറിൻ്റെ, ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ മെയിൻ പോർഷൻസിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയേണ്ട സാധനങ്ങളാണ്. സോ നോട്ട് ചെയ്ത് വെക്കുക. സോ V3 പാസ് പാർട്ടിസിപ്പിൾ ഫോമാണ്. യൂസ് വിത്ത് ഹെൽപ്പിംഗ് വേർബ്സ്. ഹെൽപ്പിംഗ് വേർബ്സിൻ്റെ കൂടെയാണ് മെയിനായിട്ട് V3 യൂസ് ചെയ്യാറ്. സി ഒരു സെൻറ്റൻസിൽ ഹെൽപ്പിംഗ് വേർബ്സ് വരുന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? V3 യൂസ് ചെയ്യാം. യൂസ്ഡ് വിത്ത് ഹെൽപ്പിംഗ് വേർബ്സ്, യൂസ്ഡ് ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. സോ ടെൻസസിൽ മെയിൻലി പെർഫെക്റ്റ് ടെൻസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം? V3 ഫോംസ് യൂസ് ചെയ്യാം. അതുപോലെ പാസീവ് വോയിസിലും V3 ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് നോക്കിക്കോളൂ. ഗോ, ഗോൺ. ഈറ്റ്, ഈറ്റൻ. റൈറ്റ്, റിട്ടൺ. പ്ലേ, പ്ലേഡ്. അപ്പോൾ ഈ ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? V1 ആണ്, ബേസ് ഫോമാണ്. എൻ്റെ V2 എന്താ? വെൻറ്റ്. എൻ്റെ V3 ആണ് ഗോൺ. സോ ഗോ, വെൻറ്റ്, ഗോൺ. ഈറ്റ് ബേസ് ഫോം ആണ്. ഈറ്റ് V2 8, eight. V3 eaten. Write, wrote, written. Play, played, played. സോ അത് മനസ്സിലാക്കുക. V1 V2 V3 മനസ്സിലാക്കിക്കുക. അത് എപ്പോഴും മൈൻഡിൽ വേണ്ട കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് തരാം. സെൻറ്റൻസ് ഐ ഹാവ് ഈറ്റൻ റൈസ്. കേട്ടോ, എന്താണ്? ബി വേർബ്സിൻ്റെ കൂടെയാണ്, ഹാവ് വേർബ്സിൻ്റെ കൂടെ, പിന്നെ ഹാഡ് റിട്ടൺ. കണ്ടോ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു സംഭവങ്ങൾ യൂസ് ചെയ്യുക. ഹെൽപ്പിംഗ് വേർബ്സിൻ്റെ കൂടെയാണ് മെയിനായിട്ട് V3 വരിക. ഇനി ഈസി മെമ്മറി ട്രിക്ക്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാന്ന് പറയാം? ഈ ഒരു ബോക്സ് നോക്കാം. അപ്പോൾ നമ്മൾ 3 വേർബ്സിനെ കുറിച്ച് മെയിനായിട്ട് പറഞ്ഞു അല്ലേ? ഇനി V1 എന്താണ്? ബേസ് അല്ലെങ്കിൽ പ്രസന്റ് ഫോം ഓഫ് വെർബ്. വെർബിന്റെ ബേസ് അല്ലെങ്കിൽ പ്രസന്റ് ഫോം ആണ് V1 കാണിക്കുന്നത്. ഗോ. സി ഗോ എന്നുള്ളത് പ്രസന്റില് ഫ്യൂച്ചറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ V1 ഫോം യൂസ് ചെയ്യും. ഇനി V2
പാസ്റ്റ് ഫോം ആണ്. ഗോന്റെ എന്താണ്? വെന്റ് ആണ് അല്ലേ? ഗോ വെന്റ്. ഇത് സിമ്പിൾ പാസ്റ്റിലാണ് യൂസ് ചെയ്യുക. V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഗോ ഗോൺ. സോ ഗോ വെന്റ് ഗോൺ. പെർഫെക്റ്റ് അല്ലെങ്കിൽ പാസീവ്. പെർഫെക്റ്റ് ടെൻസിലും പാസീവ് വോയിസിലാണ് നമ്മൾ യൂസ്വലി V3 യൂസ് ചെയ്യാം. ഇനി V4 നമ്മൾ പറഞ്ഞില്ല, എപ്പോഴാണ് നമ്മൾ പറയുന്നത്? V4 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ലൈക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവില്ല, ഗോയിങ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യം കാണിക്കാനാണ്. ഗോയിങ്, ഈറ്റിംഗ്, പ്ലേയിങ്, റണ്ണിങ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യം കാണിക്കാനാണ് നമ്മൾ ഈ V4 യൂസ് ചെയ്യുക. V5 യൂസ് ചെയ്യുക തേർഡ് പേഴ്സൺ സിംഗുലർ. നമ്മൾ പറഞ്ഞല്ലേ, സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ ഹി, ഷീ, ഇറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ വേർബിൻ്റെ കൂടെ ES അല്ലെങ്കിൽ എസ് ചേർക്കും. ഗോസ്, സ്ലീപ്സ്, പിന്നെ റൺസ്, പ്ലേസ് ഒക്കെ ചേർക്കും. അതാണ് V1, V2, V3, V4, V5 ഫോംസ്. ക്ലിയർ? നമുക്ക് കുറച്ച് ട്രിക്സ് നോക്കാം. മെമ്മറി ഈസ് മെമ്മറി ട്രിക്ക്. പ്രസന്റിൽ ഒരു വേർബിന്റെ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ ബേസ് ഫോമിലാണ് നമ്മൾ V1 യൂസ് ചെയ്യുക. പാസ്റ്റ് ഫോമിൽ V2 യൂസ് ചെയ്യും. പെർഫെക്റ്റ് ടെൻസസ് വരികയാണെന്നുണ്ടെങ്കിൽ, ടെൻസ് നെക്സ്റ്റ് ക്ലാസ് പഠിക്കും. ടെൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഹാവ്, ഹാസ്, ഓ ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാഡിന്റെ കൂടെ V3 ഫോം യൂസ് ചെയ്യും. പിന്നെ ആഫ്റ്റർ ഡിഡ്, ഡസ്, ഡു. നമ്മൾ ഒരു സെന്റൻസിൽ ഡിഡ് വരിക, ഡസ് വരിക, ഡു വരിക. ഡു യു ലൈക്ക് ഇറ്റ്? അത് നമ്മൾ ഡു വെച്ച് തുടങ്ങൂലേ, അല്ലെങ്കിൽ ഡസ് വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സെന്റൻസിൽ V1 യൂസ് ചെയ്യാൻ പറ്റും. ഡിഡ് വന്നാൽ പിന്നെ ഇവിടെ V3 യൂസ് ചെയ്യണ്ട, ഓൾറെഡി പാസ്റ്റ് ആണെന്ന് കാണിക്കും. ഇപ്പോൾ പിന്നെ ഒരു V3 കാണിക്കേണ്ട, പാസ്റ്റ് ഫോം കാണിക്കേണ്ട. ഐ ഹാവ് 8 റൈസ്. മെയിൻലി മെയ്ഡ് മിസ്റ്റേക്സ് ആണ്. ഐ ഹാവ് 8 റൈസ്. 8 ആണോ വരിക? അല്ല, ഹാവ് വന്നു അല്ലേ? ഹാസ്, ഹാവ്, ഹാഡ് വന്ന എന്താ വരിക? 8 ആണോ? അല്ല, V3 ഫോം. ഈറ്റൻ, ഈറ്റ്, 8, ഈറ്റൻ. ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1, 8 എന്ന് പറഞ്ഞാൽ V2, ഈറ്റ് എന്ന് പറഞ്ഞാൽ V3. അപ്പൊ എന്താണ്? ഹാവ് വന്നതുകൊണ്ട് അപ്പൊ ഹാവ്, ഹാസ്, ഹാഡ് വന്ന V3 ആണ് യൂസ് ചെയ്യുക. ഈറ്റൻ, 8 അല്ല. ഷി ഡിഡ് നോട്ട് വെന്റ്. ഡിഡ് നോട്ട്, ഡിഡ് വന്നു അല്ലേ? അപ്പൊ ഡിഡോ, ഡസോ, ഡുവോ വന്ന V1 ആ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഷി ഡിഡ് നോട്ട് വെന്റ് ആണോ വരിക? അല്ല, ഗോ, വെന്റ്, ഗോൺ അല്ലേ? അപ്പൊ എന്താണ്? വെന്റ് ആണോ യൂസ് ചെയ്യുക? അല്ല, അല്ലല്ലോ. അപ്പൊ ഏതാ യൂസ് ചെയ്യുക? ഗോ ആണ്. V1 ഫോം ആണ് യൂസ് ചെയ്യുക. ക്ലിയർ? സോ ഞാൻ കുറച്ച് ഫോംസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ V1, V2, V3 ഫോംസ് ആഡ് ചെയ്തിട്ടുണ്ട് വേർബിൻ്റെ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയാലും ടെൻസസിലും പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ, കറക്റ്റായിട്ട് ആൻസർ എടുക്കാൻ കഴിയുള്ളൂ. സോ ഞാൻ തന്നിരിക്കുന്ന എല്ലാ വേർബ്സിലൂടെ ഒന്ന് കടന്നു പോവുക. കണ്ടോ? ബീൻ്റെ വാസ്, വേർബ് ബീൻ. കീപ്പിൻ്റെ കീപ്, കെപ്റ്റ്, കെപ്റ്റ്. കാണുന്നില്ലേ? beat, beat, beaten. Become, became, become. Begin, began, begun. Come, came, come. Coast, caused, caused. Cut, cut, cut. Dig, dug, dug. Do, did, done. Do, did, done. Do present, did past. V3 done. Draw, drew, drawn. Keep, kept, kept. നോ, ന്യൂ, നോൺ. ലേ, ലേ, ലേഡ്. ലെഡ്, ലെഡ്, ലെഡ്. അങ്ങനെ കുറേ എണ്ണം വരുന്നു. സോ അതിലൂടെ ഒക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ജസ്റ്റ് ഒന്ന് പോയാൽ മതി. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ബ്രഷ് അപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം, ടെൻസസുമായിട്ട് കാണാം. സോ ദാറ്റ്സ് ഇറ്റ്.